നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ കൂട്ടുപുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരുവാതിരയ്ക്കും അതുപോലെ നമ്മൾ ഏകാദശി വ്രതമൊക്കെ എടുക്കുന്ന സമയത്തും ഇത്തരം പുഴുക്കുകൾ വീടുകളിൽ ഉണ്ടാക്കാറുണ്ട്. നമ്മളിവിടെ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൊള്ളിക്കിഴങ്ങിൻ്റെ പകുതിയോളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ചേമ്പ് വിത്ത് എടുത്തിട്ടുണ്ട്. ഇത് പിടിക്കിഴങ്ങ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ കിഴങ്ങിന് എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയാമെന്ന്. ഇത് ചേമ്പ് വിത്ത്, ഇത് കൊള്ളിക്കിഴങ്ങാണ്, മരച്ചീനി, ടാപ്പിയോക്ക ആണ് ഇത്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കിഴങ്ങുകളൊക്കെ തോല് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. നമ്മുടെ കിഴങ്ങൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. ഇത് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറുക്കിയൊന്നുമല്ല, നമ്മളിങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയിടുന്നത്. ഇത് നന്നായി വെന്ത് വരും. എല്ലാ കഷ്ണങ്ങൾക്കും ഏകദേശം ഒരുപോലെ തന്നെയാണ് വേവ് ഉണ്ടാവുന്നത്. കാരണം 3 തരം ആണല്ലോ. ഇതിൽ കൊള്ളിക്കിഴങ്ങുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചേമ്പ് വിത്തുണ്ട്, അതുപോലെ പിടിക്കിഴങ്ങുണ്ട്. 3ഉം ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരുമിച്ച് വെന്ത് വരും ഇത്. അപ്പോൾ ഇതിനെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട. പുഴുക്കിനൊക്കെ ഏകദേശം ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ്, ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാണ് നമ്മൾ നുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് നുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഒരേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഈ കിഴങ്ങ് കുക്കറിൽ വേവിക്കണം എന്നില്ല, പക്ഷെ ഞാൻ വേഗത്തിൽ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് കുക്കറിലിടുകയാണ്. നമുക്ക് സാധാരണ ഒരു പാത്രത്തിലിട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാ കിഴങ്ങിനും വേവ് എല്ലാം തുല്യം തന്നെയാണ്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമുക്ക് കുക്കറിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തുന്നേ ഉള്ളൂ. ഞാൻ കൂടുതൽ വെന്ത് കുഴഞ്ഞ് പോകുന്നില്ല. ഇനി കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ്, കല്ലുപ്പാണ് ഞാൻ ചേർക്കുന്നത്. കല്ലുപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി ഒരല്പം കല്ലുപ്പ് നമുക്ക് കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി പുഴുക്കിനാവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതൊരു 6-7 അല്ലി ചുവന്ന ഉള്ളിയാണ്, ചെറിയ ഉള്ളി. അതുപോലെ ഒരു 4 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ജീരകം, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്രയും കൂടി ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ, അരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇതാണ് പുഴുക്കിലേക്ക് തയ്യാറാക്കുന്ന കൂട്ട്. ഇനി പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവുന്ന സമയത്ത് ഒരു തുള്ളി മാത്രം, കടുക് പൊട്ടിക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ മാത്രമാണ്, ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഈ കിഴങ്ങിനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ നിന്നും കുറച്ച് കിഴങ്ങ് മാറ്റിയിട്ടുണ്ട്. വീട്ടിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ പുഴുക്ക് പോലെ കഴിക്കുന്നത്. ബാക്കിയുള്ളവർ കിഴങ്ങ് ഉള്ളിമുളകും ചതച്ച് കുത്തിക്കാച്ചിയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കിഴങ്ങ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്ത കിഴങ്ങാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം ജീരകമൊക്കെ കൂടെ ചേർത്ത് ചതച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇത് അരഞ്ഞു പോവരുത്, അരഞ്ഞു പോയാൽ അതിൻ്റെ രുചി തന്നെ നമ്മുടെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് നന്നായി ചേർത്ത് ഒരല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന്
യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഇതുവരെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരുപാട് സമയം കിടന്ന് ചൂടാവേണ്ട ആവശ്യമില്ല. നാളികേരത്തിൻ്റെ ആ ഒരു പച്ച ചുവയൊന്നും മാറിയാൽ മാത്രം മതി. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മുടെ പുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. ഇതിലേക്ക് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്നൊന്ന് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പക്ഷെ നമ്മളിപ്പോൾ അരപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ച വെളിച്ചെണ്ണ കുറച്ച് മുകളിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇതോടുകൂടി നമ്മുടെ പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള കൂട്ടുപുഴുക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ, മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.